നിക്ക്, നിന്റെ യഥാർത്ഥ പ്രശ്നം പറഞ്ഞിട്ട് പോയാൽ മതി. നീ അനാവശ്യം പറയരുത്. ഞാൻ പറയുന്ന കുറ്റം ഇതൊക്കെ ബ്രേക്കപ്പിന് ഒരു കാരണമാണോ? അതല്ലേ നിനക്ക് വേറെ എല്ലാവരും കിട്ടിക്കാണോ ഞാൻ പറഞ്ഞു? എടാ, നിനക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാവാത്തതിന് അതിനകത്ത് എനിക്ക് വേറെ ആളുണ്ടെന്നാണോ? പിന്നെ ഞാൻ എന്താ വിചാരിക്കണ്ടേ? നീ തന്നെയാ പറഞ്ഞത് നല്ല ജോലി കിട്ടിക്കഴിഞ്ഞാ എവിടെയാന്ന് നോക്കണ്ട പൊക്കോളാൻ. അതെ, ശരിയാ. പക്ഷെ 5 കൊല്ലത്തേക്ക് നാട്ടിൽ വരാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോ എനിക്ക് പറ്റില്ല. എന്നാ ഞാൻ പോണില്ല. അത് വേണ്ട, നീ പോണം. ഓ, എന്നാലല്ലേ നിനക്ക് മറ്റവനായി കറങ്ങി നടക്കാൻ പറ്റൂ. പോടാ, നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിക്ക്, നിന്റെ യഥാർത്ഥ പ്രശ്നം പറഞ്ഞിട്ട് പോയാൽ മതി. എന്റെ പ്രശ്നം ഈ ഡിസ്റ്റൻസ് ആണ്. 5 വർഷത്തേക്ക് കാണാതിരിക്കുക, ജസ്റ്റ് ഫോൺ ത്രൂ ഉള്ള കോണ്ടാക്ട്സ്. അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നെ കൊണ്ട് പറ്റില്ല. ജസ്റ്റ് 1-2 കൊല്ലാണെങ്കിൽ ഓക്കെ, ഐ ക്യാൻ മാനേജ്. ഐ നീഡ് ടു സീ യു ഓഫൻ. അല്ലാതെ എനിക്ക് പറ്റില്ല. അത് മാത്രമല്ല, എൻ്റെ ഇൻഹിബിഷൻ കാരണം നിന്റെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി പോകാൻ പാടില്ല. അതുകൊണ്ടാ പറയുന്നത്, ലെറ്റ്സ് എൻഡ് ദിസ് ഇയർ പ്ലീസ്. നമുക്കിത് നിർത്തണ്ട പ്ലീസ്. ആഫ്റ്റർ ഓൾ ദീസ് ഇയേഴ്സ് ഐ കാൻ ടേക്ക് ദ പെയിൻ. എല്ലാം പതുക്കെ ശരിയാവും. ടൈം വിൽ ഹീൽ. അഞ്ച് കൊല്ലത്തേക്ക് കാണാൻ പറ്റാത്തതുകൊണ്ട് ഞാനന്ന് ബ്രേക്കപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷെ പിന്നീട് മനസ്സിലായി, ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്തൊരു സ്ഥലത്തേക്ക് അവൻ പോയിട്ടും ഐ എം നോട്ട് ഏബിൾ ടു ഗെറ്റ് ഓവർ ഹിം. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ഐ വിൽ എവർ ഗെറ്റ് ഓവർ ഹിം. അച്ഛൻ നിർബന്ധിച്ചുകൊണ്ട് വന്നു എന്നേ ഉള്ളൂ. ഐ എം സോറി. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. പോട്ടെ.